എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ആവശ്യമുള്ളതും ആയ സമ്മർദ്ദമാണ്. യോഗ എന്തുകൊണ്ട് സമ്മർദ്ദത്തിന് ആവശ്യമാവുന്നു, അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ഉപാധി എങ്ങനെ യോഗയാകുന്നു? ഇത് ഞാൻ പറഞ്ഞതല്ല, കാലാകാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഭ്യാസമാണ് യോഗ. പക്ഷേ യോഗ ഒരു അഭ്യാസമാണ് അല്ല. പലപ്പോഴും ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ മൈൻഡ്ഫുൾനെസ് ആണ്. ഒത്തിരി അഭ്യാസങ്ങൾ ചെയ്താലാണ് ഒരു യോഗി ആവുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. നമ്മൾ യോഗാഭ്യാസം എന്ന് പറയുന്നത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയോഹോ അഷ്ടവങ്കാനി എന്നാണ്. അതായത് യമങ്ങൾ, നിയമങ്ങൾ, അതുപോലെ തന്നെ യമ നിയമ ആസന എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു ഭാഗം മാത്രമാണ്. പിന്നെ പറയുന്നത് പ്രാണായാമം, അതിലും വലുതാണ് പ്രാണായാമ എന്ന് പറയുന്നത്. ഈ ബ്രെത്ത് വർക്കാണ് പലപ്പോഴും യോഗയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ ടു ഹാൻഡിൽ യുവർ സ്ട്രെസ്. നമ്മളുടെ ഒരു ലോകത്തെ ഒരു കണക്കെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന 57% പോപ്പുലേഷൻ സമ്മർദ്ദം അനുഭവിക്കുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസിലാണ്. അതേസമയം ഒരു 26% അനുഭവിക്കുന്ന അവരുടെ വർക്കിലാണ്, അവരുടെ കറണ്ട് വർക്കിംഗ് പാറ്റേണിലൂടെയാണ് 26%. ബാക്കി 17% ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റിയിലാണ് ഈ സമ്മർദ്ദം വന്നിരിക്കുന്നത്. ഇതാണ് ഒരു കണക്കെടുപ്പിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതിനകത്ത് റിസർച്ചുകൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുകയുണ്ടായി. അതായത് യോഗ വഴി എങ്ങനെ കോർട്ടിസോൾ, ഈ ഒരു ഏത് സമ്മർദ്ദമായിക്കോട്ടെ, ഇതിനകത്തൊക്കെ കോർട്ടിസോളിൻ്റെ അളവ് കണ്ടമാനം കൂടിയിരിക്കുകയും ചെയ്യുന്നു. ബ്രെത്ത് വർക്കിലൂടെ ആണ് നമുക്ക് ഈ കോർട്ടിസോളിനെ കുറയ്ക്കാൻ സാധിക്കുന്നു. അത് കൂടാതെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുള്ള 2 രീതിയിലുള്ള നെർവസ് സിസ്റ്റം, ഒന്ന് സിമ്പത്തറ്റിക്, ഒന്ന് പാരാസിമ്പത്തറ്റിക്. പാരാസിമ്പത്തറ്റിക് ആണ് എന്തിനാവശ്യം? നമുക്ക് റിലാക്സ് ആവാനായിട്ട് ആവശ്യം. സിമ്പത്തറ്റിക് എന്ന ആവശ്യമല്ലേ എന്ന് വെച്ചാൽ ആണ്. കാരണം നമ്മൾ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനും നമ്മൾ ഓടാനും ചാടാനും അതുപോലെ നല്ല ഹൈലി റെസ്പോൺസീവ് ആവാനും ഒക്കെ നമുക്ക് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം പാരാസിമ്പത്തറ്റിക് ആവട്ടെ, നമ്മൾ ഇതേ രീതിയിൽ, ഒരു മനുഷ്യന് 2 മുഖങ്ങളുണ്ട്. അതായത് നമ്മൾ റിലാക്സ് ആവേണ്ടടുത്ത് നമ്മൾ റിലാക്സ് ആവണം. ഉറങ്ങുന്ന സമയത്തും നമ്മളിങ്ങനെ ചിന്തകൾ കൊണ്ടും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കാം ഡൗൺ ആവുന്നില്ല എന്നുള്ളതാണ്. ഈ സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയെ കാം ഡൗൺ ചെയ്യിക്കുക എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിയെ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിയെ ബാലൻസ് ചെയ്ത് കോർട്ടിസോളിനെ കുറച്ച് നമ്മളുടെ സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രെത്ത് വർക്കാണ്. യോഗ പ്രാക്ടീസ്, ഡെഫിനറ്റ്ലി യോഗ പോസ്റ്റേഴ്സും എല്ലാം ഇതിന് ഹെൽപ്പ് ചെയ്യും. എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റിയും നല്ലത് തന്നെയാണ്. അപ്പം നമ്മൾ ബ്രെത്ത് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പല രീതിയിലുള്ള പ്രാണായാമങ്ങളുണ്ട്. അതായത് നാഡിശുദ്ധി പ്രാണായാമം, സൂര്യാനുലോമം, ചന്ദ്രാനുലോമം, സൂര്യഭേദന, ചന്ദ്രഭേദന, അങ്ങനെ ഒത്തിരി പ്രാണായാമങ്ങളുണ്ട്. അതിനകത്ത് ഞാനൊരു 1, 2, 3 നിങ്ങൾക്ക് ഞാനൊരു പഠിപ്പിച്ചു തരാം. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ നമുക്ക് നാഡിശുദ്ധി പ്രാണായാമം, അതായത് നമ്മൾ എങ്ങനെ ക്ലെൻസ് ചെയ്യുക, അതായത് നമ്മുടെ റൈറ്റ് ബ്രെയിനിനെയും ലെഫ്റ്റ് ബ്രെയിനിനെയും എങ്ങനെ നമുക്ക് ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ നാഡിശുദ്ധി പ്രാണായാമം. അത് നമ്മൾ നട്ടല് നിവർത്തിയിരിക്കുക, നിങ്ങൾക്ക് കസേരയിലിരിക്കാം, ഏത് പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം. നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ ശ്വാസം എടുക്കുക, വലതിലൂടെ ശ്വാസം വിടുക, വലതിലൂടെ എടുക്കുക, ഇടതിലൂടെ വിടുക. ഇതാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റൗണ്ട് വീണ്ടും നമ്മളിത് കൈ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഇനി വളരെ സാവധാനം ഇടത് കൈ ചിന്മുദ്രയിൽ വെച്ച് ഇടതിലൂടെ വലതിലൂടെ വിടുന്നു. ഇൻഹേൽ ഫ്രം ദ റൈറ്റ്, എക്സേൽ ഫ്രം ദ ലെഫ്റ്റ്. ഇതാണ് ഈ നാഡിശുദ്ധി പ്രാണായാമം. നിങ്ങൾക്ക് ഒരു 5, 9 അങ്ങനെയുള്ള കണക്കുകളിൽ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഭ്രാമറി പ്രാണായാമം. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. ഭ്രാമറി പ്രാണായാമം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാം ഡൗൺ ചെയ്യിപ്പിക്കുന്നതാണ് ഭ്രാമറി പ്രാണായാമം. അതിൻ്റെ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെർട്ടിഗോ പോലത്തെ പ്രശ്നങ്ങളും കോൺസെൻട്രേഷനും കോർഡിനേഷനും മെമ്മറി പവറും എല്ലാം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഭ്രാമറി പ്രാണായാമം. ഒരു തേനീച്ച സമാനം നമ്മൾ മൂളണം എന്നാണ് പറയുന്നത്. ചെവി അടച്ചു വെച്ച്
ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ബ്രെയിൻ സെൽസ് റിലാക്സ് ആവുകയും ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ കണ്ണൊക്കെ ഭയങ്കര ഒരു ഉറക്കം തൂങ്ങിയതുപോലെ തോന്നുന്നു അല്ലേ. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഓക്സിജൻ സപ്ലൈയുടെയാണ്. അതൊരു വളരെ ഒരു സുഖമായിട്ടുള്ളൊരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇത് നമുക്ക് എത്ര ഉറക്കമില്ലാത്തവർക്കും ഉറക്കം കിട്ടാനും, എത്ര സമ്മർദ്ദത്തിലിരിക്കുന്ന ആളും പെട്ടെന്ന് ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് കാം ഡൗൺ ആവാനും ഇത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെവി അടച്ചതിന് ശേഷം ശ്വാസം എടുക്കുക, അതിനുശേഷം ബ്രീത്തിങ് എക്സൈൽ ചെയ്യുന്നത് ഒരു ഹമ്മിങ് സൗണ്ടായിട്ട് ഇത് ചെയ്യുക. അപ്പോൾ പലപ്പോഴും ഞാനിത് ഒരു സെഷനിൽ പഠിപ്പിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ക്ലയൻസ് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അപ്പോൾ ഈ ശ്വാസം മൂളൽ ചെയ്യുമ്പോൾ ഈ ശ്വാസം പുറത്തേക്ക് ഇങ്ങനെ വിടും. അപ്പോൾ ഇത് ഒരുമിച്ചാണ് വരേണ്ടത്, അതായത് അല്ല, ഇത് ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് സംശയം വേണ്ട. നമ്മൾ ശ്വാസം എടുക്കുന്നു, ഹമ്മിങ് സൗണ്ടും എക്സൈലും ഒരേ സമയത്ത് പോകുന്നു. ഇത് നമുക്കൊരു 5, 9 എന്നീ കണക്കുകളിൽ ചെയ്യാം. അപ്പോൾ ഈ 2 ബ്രീത്തിങ് എക്സസൈസും സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ഒരു 5 തവണയോ 9 തവണയോ രാവിലെ വെറും വയറ്റിൽ തന്നെ അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയുമായി ഇനിയും വരാം.